ഇന്നിപ്പോ നമ്മുടെ ഇത് ഹോങ്കോങ് മറ്റേ ഞാൻ തായ്ലൻഡ് അല്ല ഹോങ്കോങ്ങും അല്ല മറ്റൊരു പറഞ്ഞു നോക്കട്ടെ അതെങ്ങനെ ഇരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വന്നത് അതായത് മറ്റേ ചൈനീസല്ല എൻ്റെ അപ്പുറത്ത് വിയറ്റ്നാം ഓറഞ്ചാണ് അവിടെ പിന്നെ ബുദ്ധ ടെമ്പിളിൻ്റെ നടയിൽ നിറച്ച് കാച്ച് കിടക്കുന്നത് കണ്ട് എനിക്ക് ഇതേപോലത്തെ ഒന്ന് എൻ്റെ തോട്ടത്തിൽ നടണമെന്ന് വിചാരിച്ച് നെടുമങ്ങാട്ടിൽ നിന്ന് അന്ന് ഷെറിനിലായിരുന്നു 1200 കൊടുത്ത് തൈ വാങ്ങിച്ച് നട്ട് ഇപ്പോൾ കുറവാണ്. ഇനി അടുത്ത പ്രാവശ്യത്ത് അതിൻ്റെ കൊണ്ടയൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ കാർഷിക ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് പിന്നെ ഒന്ന് കൊണ്ട വെട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടെ കായ്ക്കുമെന്ന് അറിയാം. കാരണം കഴിഞ്ഞ കൊല്ലം നല്ല കായ്ഫലം കിട്ടി. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഹാർവെസ്റ്റ് വിളവെടുപ്പ് മഹോത്സവം തലയിൽ തുണി ഇട്ടോ നല്ല മണമാണ് ഇത്. നമ്മൾ നല്ല ചൂട് സമയത്ത് ഇങ്ങനെ ഒന്ന് അടർത്തിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കിയാൽ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും തീരും. ചന്ദ്രൻ എവിടെയെങ്കിലും തൊട്ടാ അപ്പ മഴ. അല്ല ഏണിയില്ലേ? അല്ല മറ്റേ നമ്മളെ എവിടെ ഇരിക്കുന്നത്? ഓ അതെടുത്താ കുറച്ചുകൂടി പൊക്കം കിടക്കുന്നു. ആർക്കുമാണോ സാധ്യത? ഓക്കെ കുറച്ചുകൂടി ബാക്കിൽ കൂടുതൽ കയറണ്ട. ചന്ദ്രൻ കയറുന്നുണ്ട്. വീണത് അങ്ങോട്ട് കേട്ടാ വീഴുന്നുണ്ടെങ്കിൽ അങ്ങോട്ടായിരിക്കണം. വിലയേറിയ 3 ജന്മങ്ങളിലൂടെ ആർക്ക് വേണോ ഇടാം. ചന്ദ്രന്റെ സൗകര്യത്തിനും കൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചന്ദ്ര വിടരുത്. മതില് പായലാണ് ടോപ്പില്. അപ്പം അങ്ങനെയായിട്ട് നമ്മൾ ഉപദേശിച്ചാൽ പറയും ഇതിനെക്കാളും വലിയ മതിൽ ഒന്നും പറയാൻ നിവൃത്തി. വരട്ടെ ഇതൊന്നും പോരാ. ഈ തൈ കരുതിയാണ് മതിൽ കെട്ടിയത്. കാരണം ഒരിക്കൽ ആ മതിലിടിഞ്ഞ് അതിൻ്റെ വേര് മാത്രം നിന്ന് നല്ല വെളുത്ത വേരുകൾ ഇങ്ങനെ നിന്ന് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ചുടുകല്ല് പറക്കി വെച്ച് ഈ നാരകത്തിന് വേണ്ടി അവിടെ അത്രയും അങ്ങ് ഇടിഞ്ഞു പോയി. അങ്ങനെ പിന്നീടാണ് വീട്ടിന് വേണ്ടി ഒരു കൊച്ചു മതിൽ കെട്ടി ഇതിനെ അങ്ങ് നിർത്തി. എവരും കൂടെ കൊണ്ടിടുന്ന കാണില്ല. കുറച്ചുകൂടി അതിന് ആ നാരകത്തിലോട്ട് പോകും. വലിയ സന്തോഷം. നെടുമങ്ങാട് ആ ചന്തയുടെ പുറക്കുന്ന് അവിടെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ വിയറ്റ്നാം ഓറഞ്ച്. പുളിപ്പെന്ന് വെച്ചാൽ അത് വെള്ളത്തിലൊഴിച്ചാൽ നല്ല കറക്റ്റ് ആവില്ലേ? വീടിന്റെ പണിയുടെ ഫൈനൽ പണിക്ക് വന്നത് പെയിന്റർമാരാണ്. അതില് ഒരുത്ത പറിച്ചിട്ട് അത് തന്നെ നമ്മൾ ആദ്യം ഇത് അല്ലല്ല ഞാൻ പിന്നെ ഇത് പോസ്റ്റ് ഇട്ടപ്പോൾ സകല ആൾക്കാരും പറയണ അയ്യോ ഇത് നമ്മുടെ വീട്ടിലുകൊണ്ട് ആരും പറിക്കാതെ ഇട്ടൊക്കെയാണ്. പിന്നെ നമ്മളെ ചന്ദ്രനില്ലേ, ചന്ദ്രന് ഒരു ഇത് അച്ചാറിട്ട് വയ്ക്കും. ചന്ദ്രൻ അച്ചാറിടാൻ പറ്റില്ല.
പറ്റും പറ്റും. ഇതൊക്കെ തരും. അതൊക്കെ ആയുഷ് ഒരു കൊല്ലത്തേക്കുള്ള 5 നാരങ്ങ മതി. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇതിൻ്റെ തീർന്ന അല്ല ഇപ്പൊ വീഡിയോ എടുക്കണമെന്നും ഞാനാണ്. സെൽഫി. ഓ ഇതല്ലേ ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എവിടെ ഇനി നമുക്ക് മറ്റേ അത് വെള്ളം എടുക്കാം. ഏത് പുറത്ത് എവിടെ ഇതാ തറയിൽ കുറേ കിടക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനല്ലേ ഞാൻ വന്നു. അത് വേണ്ട 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 ഇല്ല വേണ്ട വേണ്ട വേണ്ട. ആവശ്യത്തിന് മേളിൽ നിൽക്കും. ധാരാളം ഉണ്ട് തറയിൽ കിടക്കണ. വേണ്ട ആർക്ക് വേണോ പറിച്ചിടാം. ചന്ദ്രനും വേണോ. ഷെറിനെ ഈ അടപ്പിന്റെ ചന്തം നോക്കിയാണ്. മനസ്സിലായില്ലേ? മറ്റേ ബാസ്ക്കറ്റിലിട്ട അത്രയും അങ്ങ് അകത്ത് പോവേ ഉള്ളൂ. ബാസ്ക്കറ്റ് സെലക്ട് ചെയ്ത് പൂക്കൂടെ എടുത്ത് അവസാനം ഞാൻ പറഞ്ഞു ഈ അടപ്പ് മതിയെന്ന്. കാരണം ഇത് കാണാൻ പറ്റും എന്താണ് സംഭവം നടക്കണതെന്ന്. ഓ അത് പിന്നെ പീനസ് അത് തന്നെ. ആ വേണ്ട ഇറങ്ങിയെന്നറിയാം. ബാക്കി ഇരിക്കുന്ന 2 പെട്ടെന്ന് വാടിപ്പോവും. ഇറങ്ങൂല. ഓക്കെ അല്ലേ?